ദയവായി നമ്മുടെ എല്ലാ വാഹന ഉപയോക്താക്കളും ഉടമകളും ഡ്രൈവർമാരും അത്യാവശ്യമായി കണ്ടിരിക്കേണ്ട വീഡിയോയാണത്. ടൂ വീലർ മുതൽ വലിയ കണ്ടെയ്നർ വരെ ഉപയോഗിക്കുന്നവരും ഉടമകളും ഡ്രൈവർമാരും അടിയന്തരമായി ശ്രദ്ധിക്കേണ്ടതും ജാഗ്രത പാലിക്കേണ്ടതുമായ വീഡിയോയാണ് ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ വ്യക്തമാക്കുന്നത്. അലങ്കാരം അഹങ്കാരമാകുന്നിടത്ത് അപകടം ജനിക്കുന്നു എന്ന സന്ദേശം കൂടി ഇതിലുണ്ട്. ദയവായി ഇത് കേൾക്കുക, ജാഗ്രത പാലിക്കുക, നിയമം മാതൃകാപരമായി അനുശാസിക്കുക. ഇനിയൊരു മുന്നറിയിപ്പുണ്ടാകാൻ ഇടയില്ലെന്നും സൂചനയുണ്ട്. ഞാനൊരു സ്നേഹം കൊണ്ട് ഞാനൊരു വിവരം അറിയിക്കുന്നേ ഉള്ളൂ. എൻ്റെ ഉപദേശമല്ല, കൽപ്പനയല്ല, ഒന്നുമല്ല, വെറുതെ പറഞ്ഞതാണ്. ഈ പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. മോട്ടോർ സൈക്കിളിലും ചില ലൈറ്റ് മേളിൽ വെച്ചിട്ടുണ്ട്, ഓട്ടോറിക്ഷ മുമ്പിൽ ചില ലൈറ്റ് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കമ്പനി തന്ന ലൈറ്റ് അല്ലാതെ ഏതെങ്കിലും ലൈറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ദയവ് ഇത് അഴിച്ചു മാറ്റുക. ഇനി അഴിച്ചു മാറ്റാൻ കോടതി നിർദ്ദേശമുണ്ട്, നിയമത്തിൽ വ്യവസ്ഥയുണ്ട്. അതിലുപരിയായി ഹൈക്കോടതിയുടെ ശക്തമായ താക്കീതുണ്ട്. അനുസരിച്ചേ പറ്റൂ. എത്രയും പെട്ടെന്ന് അഴിച്ചു മാറ്റുക. അല്ലെങ്കിൽ മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥർ വന്ന് അഴിച്ചു മാറ്റാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾക്കൊരു പിണക്കം ഉണ്ടാവണ്ട. അയ്യോ, ഞാൻ കാശ് കൊടുത്ത് മാറ്റി വെച്ച സാധനമല്ലേ, എൻ്റെ വണ്ടിക്ക് അതൊരു അലങ്കാരമല്ലായിരുന്നു, മഞ്ഞ ലൈറ്റും വെക്കാൻ അധികാരമില്ല, നമുക്ക് പറ്റില്ല. കമ്പനി എന്താണോ നൽകിയിരിക്കുന്നത് അത്. ഇപ്പോൾ കമ്പനി എന്നൊക്കെ LED ലൈറ്റാണ് വരുന്നത്, അതിന് മുമ്പിൽ ലെൻസ് പിടിപ്പിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യരുത്. എതിർവശത്ത് വരുന്ന ആളിൻ്റെ കണ്ണിലേക്ക് അടിക്കുമ്പോൾ അപകടത്തിനുള്ള ഏറ്റവും വലിയ സാധ്യതയുണ്ട്. ഇല്ല, ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യാൻ പറഞ്ഞു തന്നില്ല എന്ന് പറയാം. ഡിമ്മും ബ്രൈറ്റും അടിക്കാനും നിങ്ങളെ പഠിപ്പിച്ചു കാണില്ല. ഡിമ്മും ബ്രൈറ്റും അടിക്കണം. എതിരെ വണ്ടി വരുമ്പോൾ ഡിം അടിച്ചു കൊടുക്കണം. രണ്ടുപേരും ആ അന്തസ്സ് കാണിക്കണം, മര്യാദ കാണിക്കണം. 4 വരി പാതയാണെങ്കിൽ അതിലെ പോകുമ്പോൾ കുഴപ്പമില്ല. പക്ഷേ എതിരെ വണ്ടി വരുമ്പോൾ ഡിം അടിച്ചു കൊടുക്കണം. പണ്ട് കാലത്തൊക്കെ എല്ലാ ഡ്രൈവർമാരും ചെയ്യുമായിരുന്നു. ഇപ്പം ഒരു വണ്ടിയും ഡിം അടിക്കില്ല. ഡിം അടിച്ചു കൊടുക്കുന്നത് ഒരു കുറച്ച് രൂപയാണ്. ഞാൻ അടിച്ചു, മറ്റേ ആൾ അടിച്ചില്ല, എന്നെ കളിയാക്കണം, ഞാൻ ഇനി അടിക്കില്ല എന്ന വാശിയാണ്. നമ്മൾ അടിച്ചേക്കുക, നമ്മൾ ഓരോരുത്തരും ഡിം അടിച്ചു കൊടുക്കുക. അയാൾ സംസ്കാരമില്ലാത്ത ഡ്രൈവിംഗ് നടത്തുന്ന ഒരാൾ അങ്ങനെ ചെയ്തോട്ടെ, അതിൻ്റെ ഫലം അയാൾ അനുഭവിക്കും. നമ്മൾ ഡിം അടിച്ചു കൊടുക്കുക, നമ്മൾ ആ വണ്ടി പാസ് ചെയ്യുന്ന നമ്മൾ റൈറ്റ് ആക്കുക. ഇതൊക്കെ ലോകത്തെല്ലായിടത്തുള്ള കാര്യമാണ്. പല അപകടങ്ങളെയും കാരണം ഇങ്ങനെയുള്ള സംഭവങ്ങളാണ്. ഈ ലൈറ്റുകൾ ഒരു കാരണവശാൽ, അതായത് ഞാൻ വളരെ വ്യക്തമായി പറയുന്നു, ബസ്സിൻ്റെ, ലോറിയുടെ, ഓട്ടോറിക്ഷയുടെ, സ്കൂട്ടറിൻ്റെ, കാറിൻ്റെ, പ്രത്യേകിച്ച് ഈ താർ ജീപ്പിലൊക്കെ നിറച്ച് മേളിലൊക്കെ ലൈറ്റുകളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതൊന്നും അനുവദിക്കത്തില്ല. അത് ഒരു സ്ഥലത്ത് നിർത്തി പിടിച്ചു പറിച്ച് ഇളക്കുന്നതിനേക്കാൾ നല്ലത് മാന്യമായി നിങ്ങൾ ഇളക്കിയാൽ ഡാമേജ് കുറഞ്ഞിരിക്കും. നമുക്കറിയാം, വണ്ടിയിൽ ഫിലിം ഒട്ടിക്കുന്നതിനെതിരായിട്ട് പലപ്പോഴും മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥന്മാരും പോലീസും വഴി നിർത്തി ഇത് വലിച്ചു പറിക്കുക. എനിക്ക് വ്യക്തിപരമായി അതിനോടൊന്ന് യോജിപ്പുള്ളതാണ്. വഴി നിർത്തിയല്ല, ഇളക്കിയിട്ട് വരാൻ പറയാം, വഴി നിർത്തി വലിച്ചു പറിക്കാൻ പാടില്ല. അതൊരു നിയമ നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യ സംവിധാനത്തിൽ ശരിയാണെന്ന് വിശ്വസിച്ചു. അപ്പം നിങ്ങൾ അതിനൊരു അവസരം ഉണ്ടാക്കണം. ഇത് കേട്ടാൽ ഉടൻ തന്നെ വളരെ നിർബന്ധമായിട്ട് ഞാൻ പറയണം, ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശമാണ്. അത് നടപ്പിലാക്കാനുള്ള ചുമതല സർക്കാരിൻ്റെ ഭാഗമായ ഒരു മന്ത്രിക്ക് നിർബന്ധമായിട്ടുണ്ട്. ഞാൻ നിങ്ങളടുത്ത് പറയുന്നു, ഒരു മനപ്രയാസത്തിനും വിഷമത്തിനും ഇടപെടേണ്ട. നിങ്ങൾ ആദ്യം തന്നെ മോട്ടോർ സൈക്കിൾ മുതൽ ബസ്സും ലോറിയും ടിപ്പർ ലോറി അടക്കമുള്ള എല്ലാ ഫ്രണ്ടിലത്തെ ലൈറ്റ് എല്ലാം അഴിച്ചു മാറ്റണം. ഫ്രണ്ട് ചില ഇലുമിനേറ്റിംഗ് ലൈറ്റുകളൊക്കെ മുകളിൽ വെച്ചിട്ടുണ്ട്, അതും അഴിച്ചു മാറ്റണം. ഹെഡ്ലൈറ്റ് മാത്രം കമ്പനി ഫിറ്റ് ചെയ്ത് അല്ലെങ്കിൽ ബോഡി ബിൽഡർ വിട്ടു തന്ന മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥൻ പരിശോധിച്ചപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു രജിസ്റ്ററിംഗ് അതോറിറ്റി മുമ്പിൽ നിങ്ങൾ കൊണ്ടുവന്ന ആ ലൈറ്റ് അല്ലാതെ എക്സ്ട്രാ ഒരു ലൈറ്റ് വയ്ക്കുക. നിങ്ങൾ സൈഡിലൊക്കെ വെച്ചു, സൈഡിൽ എലിമിനേഷൻ ലൈറ്റോ പുറയിൽ ഇലിമിനേഷൻ ലൈറ്റോ വെച്ചു. പക്ഷേ പുറകെ വരുന്ന വാഹനത്തിലേക്ക് അടിക്കുന്ന ലൈറ്റ് വയ്ക്കാൻ പറ്റില്ല. റിവേഴ്സ് ലൈറ്റ് ഓൺ ചെയ്തിട്ട് വണ്ടി ഓടിക്കാൻ പറ്റും. അതൊന്നും വയ്ക്കരുത്. ചില അലങ്കാര ലൈറ്റുകളൊക്കെ ടൂറിസ്റ്റ് ബസ്സുകളിലൊക്കെ വയ്ക്കാം. പക്ഷേ ഫ്രണ്ടിൽ റെഡിൽ കാണത്തക്ക രീതിയിൽ വണ്ടി വളരെ വിസിബിൾ ആയിരിക്കണം. ബ്രേക്ക് ലൈറ്റ് നന്നായി വർക്ക് ചെയ്യണം. പുറകെ വരുന്ന വണ്ടിക്ക് നിർത്തുന്നു എന്നറിയണം. ബാക്കി അനാവശ്യമായ ലൈറ്റുകൾ വയ്ക്കരുത്. ഫ്രണ്ടിലത്തെ ലൈറ്റ് എത്രയും പെട്ടെന്ന് ഇത് കാണുന്നതിൻ്റെ അന്ന് തന്നെ അഴിച്ചു മാറ്റാൻ. അതിൻ്റെ ഡ്രൈവ് തുടങ്ങിക്കഴിഞ്ഞു. ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശം അക്ഷരം പ്രതി പാലിച്ചിട്ട് മാത്രമേ ഇനി കോടതി മുമ്പാകെ പോകാൻ പറ്റൂ മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥന്മാർ. അതൊരു പ്രധാനപ്പെട്ട കാര്യം. എല്ലാവരുടെയും ലൈറ്റുകൾ അഴിച്ചു മാറ്റുക എന്നുള്ളതാണ്. അഴിച്ചു മാറ്റണം. ഒരു തർക്കത്തിന് നിൽക്കേണ്ട. ഓൾട്ടറേഷൻ അനുവദിച്ചിട്ടില്ല. അതുപോലെ മോട്ടോർ സൈക്കിളിൻ്റെ പുറകിൽ സൈലൻസറൊക്കെ നീട്ടി വെച്ച് ശബ്ദം ഉണ്ടാക്കുക. പണമുള്ളതുകൊണ്ട് നമുക്ക് എന്തും ചെയ്യാം എന്ന് കരുതരുത്. പണമുള്ളതുകൊണ്ടാണല്ലോ നമ്മളൊരു വാലൊക്കെ വെച്ച് പിടിപ്പിക്കുന്നത്. അത് കണ്ടാൽ പിടിക്കും. കാരണം നിയമത്തിലങ്ങ് വ്യവസ്ഥ ശബ്ദ മലിനീകരണം, അനാവശ്യമായി ഹോൺ അടിക്കുക, എയർ ഹോൺ അടിക്കുക. ഈ എയർ ഹോണൊന്നും വെച്ച് ബസ്സുകളിലും ലോറിയിൽ വെച്ച് എടുത്ത് മാറ്റിക്കൊള്ളണം. പിന്നെ KSRTC പോലും എടുത്തു മാറ്റി കഴിഞ്ഞു. നിങ്ങൾ എയർ ഹോൺ വെച്ചാൽ പിടിക്കും, നിങ്ങൾ പിടിക്കും. അത് ഇളക്കേണ്ടി വരും, വലിയ പണിഷ്മെൻറ്റ് വരും. അതൊന്നും ഒരു പിണക്കമായിട്ട് നാളെ പറയരുത്, ഓ ഞങ്ങളെ ഉപദ്രവിച്ചു എന്ന് പറയണ്ടേ. നമ്മളൊരു കാര്യം മനസ്സിലായി, വോട്ട് കിട്ടാൻ വേണ്ടി ജനാധിപത്യ സർക്കാരിൽ ഏത് നിയമവും ലംഘിക്കാൻ അനുവദിക്കുന്ന ഒരു സംവിധാനം ഇടതുപക്ഷ ജനാധിപത്യത്തിൽ ഉണ്ടെങ്കില്ല. പലരും പറയുന്നു MPD കൊണ്ട് ഉപദ്രവമാണ്. അങ്ങനെ ഉപദ്രവിക്കുകയല്ല, നിയമം നടപ്പിലാക്കിയില്ല. സ്വീകരിക്കാൻ പറ്റൂ, ഉദ്യോഗസ്ഥനെ സംബന്ധിച്ച് സ്വീകരിക്കാൻ പറ്റൂ. ഞാനൊരു സ്നേഹം കൊണ്ട് ഞാനൊരു വിവരം അറിയിക്കുന്നേ ഉള്ളൂ. എൻ്റെ ഉപദേശമല്ല, കൽപ്പനയല്ല, ഒന്നുമല്ല, വെറുതെ പറഞ്ഞതാണ്. ഈ പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ലൈറ്റ് അഴിച്ചു മാറ്റുക, അപകടകരമായി വണ്ടി ഓടിക്കുക, റോഡിൽ പോകുന്നവരെ ശ്രദ്ധിക്കുക, ഇതൊക്കെ അനുസരിച്ചേ പറ്റൂ. ക്യാമറയിൽ കാണുകയാണ്.
ഒരു 6 മാസത്തേക്ക് ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്ന പോലുള്ള ചെറിയ പരിപാടികൾ, ലൈസൻസ് പോയാലും എനിക്ക് വണ്ടി ഓടിക്കാമെന്ന് കരുതരുത്. പരിശോധന വളരെ കർശനമാകാൻ പോവുകയാണ്.